അതെ, ഇന്നത് നന്നാരി സർബത്ത് ഉണ്ടാക്കിയെടുത്തു. ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ കുറച്ച് നന്നാരി ചെടിയൊക്കെ കണ്ടു. എല്ലാ വർഷവും ഈ ഒരു സീസണിലുണ്ടാവും. അങ്ങനെ കണ്ട ആവേശത്തിൽ വേഗം പൊട്ടിച്ചെടുത്തു. അപ്പോൾ എടുക്കുന്നത് ഇങ്ങനെയല്ല, ആഴത്തിൽ കുത്തി ഒന്ന് പുഴക്കി എടുക്കണം. അപ്പോൾ അതിനൊന്നും നിന്നില്ല. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് എടുത്തപ്പോൾ വേരൊക്കെ ഒന്ന് പൊട്ടി കുറച്ച് മാത്രമേ കൈ കിട്ടിയിട്ടുള്ളൂ വേര്. അപ്പോൾ ഇതാണ് നന്നാരിയുടെ ചെടി. ഇപ്പോൾ നറുനീണ്ടി എന്നും പറയും തോന്നുന്നു. അപ്പോൾ നല്ല നീളത്തിലുള്ള ചെടിയാണിത്. ഇത് ഇവിടെ എത്തിയപ്പോൾ കുറച്ചധികം വാടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമ്മൾക്കിതിൻ്റെ വേര് മതിയല്ലോ. ഇനി ഇതിൻ്റെ വേരൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സർബത്ത് ഉണ്ടാക്കുമ്പോൾ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിനെ നന്നായി കുറേ തവണ കഴുകിയെടുക്കണം. കാരണം മണ്ണാണല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല നന്നാരി സർബത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. കഴുകി കളഞ്ഞതിന് ശേഷം 1 മണിക്കൂറോളം ഇങ്ങനെ കുറച്ച് വെള്ളത്തിലിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം ഈ വേരൊക്കെ ഒന്ന് കുതിർന്ന് വന്നല്ലോ. അപ്പം ഇനി അതിനെ ഒന്ന് കുത്തിച്ചതച്ചെടുക്കാൻ പോകണം. ചതച്ചെടുത്ത വേരിനെ ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 4 ഗ്ലാസ് വെള്ളത്തിലാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിനൊരു 1 ഗ്ലാസ്സാക്കി വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, പിന്നെ 1 ഗ്രാമ്പൂ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിനെ എടുത്ത് മാറ്റി. എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു, എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വാങ്ങുന്ന നന്നാരി സർബത്തിൻ്റെ കളറൊക്കെ കിട്ടുമോയെന്ന്. പക്ഷെ ഇതാ കണ്ടില്ലേ, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മണമുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി അതിനെ ഒന്ന് അരിച്ചെടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾക്ക് കിട്ടിയ നന്നാരിയുടെ സിറപ്പ്. ഇനി നമ്മൾക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പഞ്ചസാര. പിന്നെ അതിലൊരു 3/4 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി തിളപ്പിച്ചെടുത്താൽ മതി. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി. ഫ്ലെയിം ഓഫാക്കി ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനെ നമ്മുടെ നന്നാരി സിറപ്പുമായിട്ട് മിക്സ് ചെയ്യണം. നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ നന്നാരി സർബത്ത് ഇവിടെ ഏകദേശമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേറെ ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷുഗർ കാരമലൈസ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. കളർ വന്നില്ലെങ്കിൽ, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടി. അപ്പോൾ ഇനി അതിനൊന്ന് ജ്യൂസാക്കാൻ പോവുകയാണ്. കുറച്ച് ഐസ് ക്യൂബ്സും നാരങ്ങാനീരും പിന്നെ നമ്മുടെ നന്നാരി സിറപ്പും പിന്നെ വെള്ളവും എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളല്ലേ.